ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. പിന്നെ അതിങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടാട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും കൂടുതൽ എൻ്റെ മുഖം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മളെ ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ. അപ്പം എൻ്റെ മുഖം ഇങ്ങനെ ഗ്ലോ ആണോ, എൻ്റെ മുഖത്തൊരു പാടുകൾ ഉണ്ടാവരുത്, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും പല ആൾക്കാരും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കാണുക. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാലേ ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോയിൽ മുന്നത്തെ വീഡിയോസും ഷോർട്സും ഒക്കെ പോയി കാണുക. അതിൽ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള എന്തെങ്കിലും ഷോർട്സ് ഉണ്ടെങ്കിൽ അതിനൊന്ന് ലൈക്കും ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം വീഡിയോയ്ക്ക് പോകാം. ഇതിലുള്ളതാണ് എന്ത് മുഖസൗന്ദര്യം. ഇപ്പം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മുഖസൗന്ദര്യമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഈ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തേച്ചിട്ടല്ലാതെ നമ്മൾ കഴിച്ചിട്ട് എങ്ങനെ മുഖസൗന്ദര്യം നിലനിർത്താം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് എന്താ, മുഖക്കുരു എന്ന് വെച്ചാൽ ഒരു മെയിൻ വില്ലനാണ്. ആര്? നമ്മുടെ മുഖത്തുള്ള ഒരു മെയിൻ വില്ലനാണ് എന്ത്, മുഖക്കുരു. അപ്പോൾ ഈ മുഖക്കുരു ഒരുവിധം തടയാൻ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ കുറേ ഫേസ് വാഷുകളും ക്രീമുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കഴിച്ചിട്ട് എങ്ങനെ മുഖക്കുരു തടയാന്നുള്ളതാണ്. അപ്പം കഴിച്ചിട്ട് നിങ്ങൾ പറയുമ്പോൾ എന്ത് കഴിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അപ്പം എന്നല്ല, ഈ പറയുമ്പോൾ എപ്പോഴും അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ടുള്ളതാണ് നമ്മൾ ചീര ഉണ്ടാവില്ലേ, ചുവപ്പ് പച്ച ചീര എല്ലാവർക്കും അറിയാലോ. ചീര ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. അപ്പം ഈ ചീര ജ്യൂസ് അടിച്ച് കുടിച്ചാൽ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പാല് ചേർത്തിട്ട്, അല്ലെങ്കിൽ പാലില്ലാതെ തണുത്ത വെള്ളത്തിൽ ജ്യൂസ് അടിച്ച് കുടിക്കുക. പിന്നെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാൻ പാടില്ല. ഈ ജ്യൂസിൽ പഞ്ചസാര ആഡ് ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ എന്ന് പറയണുള്ളൂ ഒരു ആപ്പിള് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ചീരൻ്റെ കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കാം. പഞ്ചസാര ആഡ് ചെയ്യാതെ വേണം. അപ്പം നമുക്ക് ഈ മുഖക്കുരു തടയാൻ വേണ്ടിയിട്ട് ഈ ചീര ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒന്ന് നമ്മൾ ക്യാരറ്റ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ ക്യാരറ്റ് കഴിക്കുന്നതിലൂടെ കഴിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ട് കുടിക്കുന്നവരുടെ നിറം വർദ്ധിപ്പിക്കാൻ ക്യാരറ്റ് കഴിക്കാം. അതുപോലെ തന്നെ ഈ വിളറിയ ചർമ്മത്തിനൊക്കെ ചില ആൾക്കാരെ കാണുമ്പോൾ പറയില്ല, അവരെ മുഖം എന്താ ഈ വിളറിയെന്നൊക്കെ. അപ്പോൾ ഈ വിളറിയ ചർമ്മത്തിന് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിക്കാം. അതുപോലെ കഴിക്കും ചെയ്യട്ടെ. വെറുങ്ങനെ കഴിക്കുന്നവർക്ക് വെറുങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവർക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. ഞാൻ പറഞ്ഞില്ല, ഇതിലൊന്നും പഞ്ചസാര ആഡ് ചെയ്യരുത്. ഞാൻ പറയുന്ന ജ്യൂസിലൊന്നും പഞ്ചസാര ആഡ് ചെയ്യാതെ നമ്മൾ പാല് മാത്രം ജ്യൂസ് അടിച്ച് കുടിക്കുക. പിന്നെ ഈ ക്യാരറ്റിലുള്ളതാണ് വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ് ക്യാരറ്റ്. അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്കും കൂടി, ഞാൻ പറഞ്ഞ് മുടി വളർച്ചയിലെത്തില്ലേ. അപ്പം നമ്മൾ മുഖസൗന്ദര്യത്തിന് മാത്രമല്ല മുടി വളർച്ചയ്ക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ക്യാരറ്റ്. അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി, ഈ അന്ധത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ് ഇത് ക്യാരറ്റ് കഴിക്കുന്നതും ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ. പിന്നെ ഉള്ളത് ഓറഞ്ച്. ഈ ഓയിലി സ്കിന്നുള്ളവർക്ക്, ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഓയിലി സ്കിന്നായിട്ട് നടക്കുന്നവരാണ്. അതിനും മാർക്കറ്റിൽ കുറേ ഫേസ് വാഷും ഫേസ് ക്രീമും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഓറഞ്ച് കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിലൂടെ ഓയിലി സ്കിന്ന് തടയാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മളെ സ്കിന്നിൻ്റെ ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ഓറഞ്ച് സ്കിന്ന് ഇതാക്കുന്നത്. അതുപോലെ തന്നെ ഈ ചുളിവ് ഒരു വിധത്തിൽ തടയാൻ വേണ്ടിയിട്ടും നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക, അതൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് BP കൺട്രോൾ ചെയ്യാനും കൂടി. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവരെ കാണാൻ കൊണ്ടു ചെല്ലുന്ന ഫ്രൂട്ട്സിലൊന്നാണ് ഓറഞ്ച്. അപ്പോൾ BP കൺട്രോൾ ചെയ്യണ ഒരു ഇതും കൂടി ഓറഞ്ചിനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓയിലി സ്കിന്നിനും BP കൺട്രോൾ ചെയ്യാനും പിന്നെ ഇമ്മ്യൂണിറ്റി സ്കിന്നിനും ആണ് ഓറഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കുക്കുംബർ ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ കഴിക്കുന്നതിലൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിന്, ഹൈഡ്രേറ്റഡ് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു ഇതില്ലാത്ത സ്കിൻ ഉണ്ടാവില്ലേ, എന്താ പറയുക, അതിനൊക്കെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവില്ലേ, അവർക്കാണ് ഈ കുക്കുംബർ ജ്യൂസ് അടിച്ച് കുടിക്കാം, അല്ലെങ്കിൽ കഴിക്കും ചെയ്യാം. പിന്നെ കുക്കുംബറിൻ്റെ കൂടെ നമ്മൾ മിൽട്ടാണി ഒക്കെ ചേർത്തിട്ട് ഈ കുക്കുംബർ ജ്യൂസ് അടിച്ച് ആ നീരുണ്ടാവില്ലേ, ആ നീരും മിൽട്ടാണി ഒക്കെ ഫേസിലിടുന്നതും നമ്മളെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആവാനെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ, നമ്മൾ ചിലർ കാണുമ്പോൾ പറയില്ലേ
ഡ്രൈ സ്കിന്നാണ്, തീരെ ഹൈഡ്രേറ്റ്, വെള്ളത്തിൻ്റെ അംശമില്ല എന്നൊക്കെ പറയണ പോലെ ഉണ്ടാവില്ല ഇങ്ങനെ തേട്ടിട്ട് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയാണ് എന്ത് കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നത്. പിന്നുള്ളത് ടൊമാറ്റോ എന്ന് പറയുന്നത് തക്കാളി. നമ്മൾ തക്കാളി ജ്യൂസ് അടിച്ച് കുടിക്കുക, അതിലൂടെ വരുന്ന അത് അങ്ങനെ ചർമ്മകാന്തി നിലനിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ വിറ്റാമിൻ സി ഉള്ള കൂടുതൽ വിറ്റാമിൻ സി ഉള്ള ഒരു ഫ്രൂട്ടല്ല വെജിറ്റബിളാണ് എന്ത് തക്കാളി. അപ്പം നമ്മുടെ ചർമ്മകാന്തി നിലനിർത്താനും അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച ശക്തിക്കും കൂടുതൽ ഉപകാരപ്രദമായ ഒരു ഇതാണ് എന്ത് ടൊമാറ്റോ ജ്യൂസ് പറയുന്നത്. പിന്നെ പപ്പായ ജ്യൂസ് പറഞ്ഞാൽ ഞങ്ങളവിടെ കർമൂസ എന്ന് പറയും, ചിലയിടത്തേക്ക് പപ്പായ എന്ന് പറയും, ചിലയിടത്തേക്ക് എന്താ ഇവിടേക്ക് കർമുത്തിങ്കായ എന്നറിയാം. ഞങ്ങളിവിടേക്ക് കർമൂസ എന്നറിയാം, ഓരോ സ്ഥലത്തേക്ക് ഓരോന്നല്ലേ. അപ്പോൾ പപ്പായ ജ്യൂസ് വെച്ച് കുടിക്കുന്നുണ്ട്. നമ്മുടെ ഈ പോർസ് ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ മുഖക്കുരു വന്നിട്ടുള്ള അങ്ങനെ കുഴികൾ, അങ്ങനെയും കുഴികളുണ്ടാവും, എല്ലാതും സാധാരണയും കുഴികളുണ്ടാവും സ്കിന്നിൻ്റെ അതിന്. അപ്പോൾ അതിനെതിരെ അത് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പായ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്. ഈ പപ്പായ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ നമ്മൾ ഈ പോർസൊക്കെ റിമൂവ് ആവുമെന്ന് പറയാം. അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മാർക്കറ്റിൽ കുറേ ഫേസ് വാഷും ഫേസ് ക്രീമും ഉണ്ട്, അപ്പോൾ പിന്നെ ഇവളെന്തിനാ ഇതിങ്ങനെ വാരി വലിച്ച് പറയണേ വെച്ച്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഫേസ് ക്രീമും ഫേസ് വാഷും ഉപയോഗിക്കാത്തവർക്ക് ഈ വെജിറ്റബിളും ഈ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ചർമ്മകാന്തി നിലനിർത്താനും അതേപോലെ ചുളിവ് മാറിക്കിട്ടാനും മുഖക്കുരു മാറിക്കിട്ടാനും മുഖത്ത് വരുന്ന പാടുകൾ, കറുത്ത പാടുകൾ, അതൊക്കെ മാറ്റാനും ഞാൻ പറയണേ ഈ ഒരു ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വെജിറ്റബിളായിട്ട് കഴിക്കുക, വെജിറ്റബിൾ ജ്യൂസ് കുടിക്കുക. ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, കുക്കുംബർ, പപ്പായ, ഫ്രൂട്ടും വെജിറ്റബിളും കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും കൂടി. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക മാത്രമല്ല, ഷെയർ ചെയ്താലേ ഇനി ഞാനിരുന്ന ഇതുപോലത്തെ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുന്നത്തെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുക, അതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസും ഷോർട്ട് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്യുക. പിന്നെ നാളെ പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് ബൈ.